മഹാത്മാഗാന്ധി ഭൂജാതനായത് ഏത് വർഷമാണ്? 1869. ബാലഗംഗാധര തിലകനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഓഹോ, അതാണോ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം? മനസ്സിലായില്ല. സിനിമാ നടൻ തിലകന്റെ കാര്യമല്ല സാർ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ പരിക്കൻ വേഷങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. ചലച്ചിത്ര പ്രേമിയാണല്ലേ? അതെ, വീഡിയോയിൽ സിനിമ കാണുന്നതാണ് എന്റെ പ്രധാന ഹോബി. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ അച്ഛനെ അമ്മയെ പോലും മറന്നു സർ. നിങ്ങൾക്ക് പോകാം. ഇപ്പോ പോയ ആളിന്റെ എഴുത്തു പരീക്ഷയിലെ വിജയം 55%. തന്നെയുമല്ല, ഗാന്ധിജി ജനിച്ച വർഷം കൃത്യമായി പറയുകയും ചെയ്തു. അതുകൊണ്ടെന്താ? സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ഒരാളെ ഈ സ്ഥാപനത്തിന് ആവശ്യമില്ല. ആട്ടെ, അയാള് പണിക്കരുടെ ആരെങ്കിലും ആണോ? അല്ല. ആണെങ്കിലും അല്ലെങ്കിലും ശുപാർശ എനിക്ക് ഇഷ്ടമല്ല. ജി, മേ ഐ കം ഇൻ? പ്രവേശിക്കാം. ഇയാളെന്തിനാ ആംഗലേയ പത്രങ്ങൾ വെട്ടി കുപ്പായത്തിൽ ഒട്ടിച്ചിരിക്കുന്നത്? വസ്ത്രധാരണ രീതി ശരിയല്ല. ഇരിക്കൂ. താങ്ക് യു സർ. എന്താ പേര്? ഐ ആം സണ്ണി കുരുള. മലയാളത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ മലയാളത്തിൽ തന്നെ ഉത്തരം പറയുന്നതല്ലേ ഭംഗി? സോറി സർ, മലയാളത്തിൽ ഞാൻ ഫ്ലുവന്റ് അല്ല. നിങ്ങളുടെ ജന്മസ്ഥലം? മാഞ്ഞൂർ, ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന നിങ്ങൾക്ക് മാതൃഭാഷ വശമില്ലാത്ത സ്ഥിതിക്ക് കേരളത്തിന് പുറത്തെവിടെയെങ്കിലും ജോലി അന്വേഷിക്കുന്നതാണ് നല്ലത്. പോകാം. അടുത്ത സാഹിബിനെ വിളിക്കൂ. ഇനി വരാൻ പോകുന്നത് എഴുത്തു പരീക്ഷയിൽ 92% വിജയം നേടിയ ആളാ. വരാൻ പറയൂ. ജിഗ് ജിഗ് ജാന ജിഗ് ജാന 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 ജിഗ് ജിഗ് ജാന ജിഗ് ജാന. നമസ്കാരം. ജിഗ് ജിഗ് ജാന ജിഗ് ജാന. ആകനാകാം. ആസനസ്ഥനാകൂ. ഉപവിഷ്ടനാകൂ. മഹനീയമായ ഈ സ്ഥാപനത്തിന്റെ പരിപാവനമായ ഇരിപ്പിടത്തിൽ അല്പസമയം ഇരിക്കാൻ അവസരം നൽകിയതിന് അങ്ങയോടുള്ള നന്ദി സാദരം പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. നാമധേയം? പൂങ്കുന്നത്ത് കാവ് പുലികിടന്ന മടയിൽ മാർത്താണ്ഡൻ ഹരിപ്രസാദ്. ഇത്രയും നീളത്തിൽ പേര് പറയുന്നത് ഒരു അസൗകര്യമല്ലേ? ക്ഷമിക്കണം, മഹാത്മജിയുടെ ആരാധകനായിരുന്ന എന്റെ അച്ഛന് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരാളെ തിരിച്ചറിയാനുള്ള ഉപാധിയാണല്ലോ അയാളുടെ പേര്. PM ഹരിപ്രസാദ് എന്ന പേരിൽ വേറെ പലരും ഉണ്ടാവും. പക്ഷേ പൂങ്കുന്നത്ത് കാവ് പുലികിടന്ന മടയിൽ മാർത്താണ്ഡൻ ഹരിപ്രസാദ് ഞാൻ ഒരാളെ കാണും. വളരെ ശരിയാണ്. നിങ്ങളുടെ അച്ഛൻ ഒരു ഗാന്ധിയനാണല്ലേ? ആയിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അതെന്താ? ഇടയ്ക്ക് വെച്ച് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായോ? അല്ല, അദ്ദേഹം മരിച്ചു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അദ്ദേഹം തികഞ്ഞ ഗാന്ധിയനായിരുന്നു. ദണ്ഡിയിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് മഹാത്മജിയോടൊപ്പം അച്ഛനുമുണ്ടായിരുന്നു. എനിക്ക് 15 വയസ്സാകുന്നതുവരെ കറിക്ക് ആ ദണ്ഡി ഉപ്പാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മാരിഡോണയെ പറ്റി എന്താണ് അഭിപ്രായം? എനിക്ക് മധുരപലഹാരങ്ങൾ ഇഷ്ടമല്ല. പലഹാരമല്ല, ഒരു വ്യക്തിയുടെ പേരാണ്. എനിക്കറിയില്ല. ലോക പ്രശസ്ത കാൽപന്ത് കളിത്താരം മാരഡോണയെ നിങ്ങൾ അറിയില്ലെന്നും? ക്ഷമിക്കണം, കായിക രംഗത്തെക്കുറിച്ചുള്ള എന്റെ അറിവ് വളരെ പരിമിതമാണ്. മാത്രമല്ല, യുവജനങ്ങളുടെ മനുഷ്യശേഷി കളിക്കളങ്ങളിൽ പാഴാക്കി കളയുന്നതിൽ എനിക്ക് അമർഷമുണ്ട്. കായിക വിനോദങ്ങളിൽ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യശക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ നാടെന്ന് നന്നായെന്ന്. മഹത്തായ ചിന്താഗതി. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നത് ഹരിതവർണ്ണ ത്വരിതഗമന രാജശകടത്തിലാണ്. ആ വാഹനത്തിലും 4 പേർ സ്വനഗ്രാഹി യന്ത്രം കാതിൽ വെച്ച് കാൽപന്ത് കളിയുടെ ദൃക്സാക്ഷി വിവരണം കേൾക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതെന്താ ഈ ഹരിതവർണ്ണ ത്വരിതഗമന രാജശകടം? KSRTCയുടെ സൂപ്പർ എക്സ്പ്രസ്. അങ്ങനെ പറയുന്നതല്ലേ എളുപ്പം? അതിന്റെ പേരിൽ ഈ സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. കഴിയുന്നതും ഞാൻ മലയാളമേ സംസാരിക്കൂ. മലയാളികളെങ്കിലും മലയാളത്തിൽ സംസാരിച്ചില്ലെങ്കിൽ മനോഹരമായ ഈ ഭാഷയുടെ ഗതി എന്താകും? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മാതൃഭാഷയെ തള്ളിപ്പറയുന്നവരോട് എനിക്ക് പുച്ഛമാണ്.